Raja Academy. Peace Chemistry. First Hi chapter. all, welcome to Raja's Academy. Today we are going to learn Chemistry Class 10 first chapter, Chemical Reactions and Equations. Okay, we can move on to the chapter. Now we can turn to first chapter, Chemical Reactions and Equations. Okay, first we can learn about how milk is left at room temperature during summers. What happened then? Milk turns to curd. Yes. അപ്പൊ എന്ത് പറ്റുന്നു? മിൽക്ക് അതായത് പാൽ എന്താവുന്നു? തൈരാവുന്നു. നമുക്ക് തിരിച്ച് തൈരിനെ പാലാക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, ഓക്കെ. An iron tawa pan nail is left exposed to humid atmosphere. Humid എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതായത് ഒരു ലൈറ്റ് വാട്ടർ കണ്ടെയ്നിങ് അറ്റ്മോസ്ഫിയർ. അവിടെ എന്ത് പറ്റുന്നു? അയൺ തവ ഈസ് ഗെറ്റിംഗ് റെസ്റ്റ്. ഓക്കെ, അതായത് എന്താണ്? അയൺ തവ ഓർ പാൻ, അതിനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ഹ്യൂമിഡ് അറ്റ്മോസ്ഫിയറിലാകുമ്പോൾ റെസ്റ്റിംഗ് സംഭവിക്കുന്നു. ആ റെസ്റ്റിനെ തിരിച്ച് നമുക്ക് അയണാക്കാൻ പറ്റുമോ? ഒരിക്കലില്ല. ഗ്രേപ്സ് ഗെറ്റ്സ് ഫെർമെന്റഡ്. ഇതെല്ലാം എന്താണ്? ഫുഡ് ഈസ് കുക്ക്ഡ്, ഫുഡ് ഗെറ്റ്സ് ഡൈജസ്റ്റഡ് ഇൻ അവർ ബോഡി, ദീസ് ഓൾ ആർ കെമിക്കൽ ചേഞ്ചസ്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താണ്? റിയാക്ഷൻസിനെ മെയിൻലി രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇത് ഓൾറെഡി നിങ്ങൾ 9th പഠിച്ചിട്ടുള്ളതാണ്. എന്തൊക്കെയാണ്? ഫിസിക്കൽ ചേഞ്ചസ് ആൻഡ് കെമിക്കൽ ചേഞ്ചസ്. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? റിവേഴ്സിബിൾ ആയിട്ടുള്ള ചേഞ്ച് ആണ്. അതായത് ഞാനിപ്പോ എന്ത് ചെയ്യുന്നു? ഒരു പേപ്പർ എടുക്കുന്നു. ആ പേപ്പർ എടുത്തിട്ട് ഞാൻ കീറുകയാണെങ്കിൽ എന്താണ്? ആ പേപ്പറിന്റെ ഷേപ്പിന് വ്യത്യാസം വരുന്നു, അല്ലെങ്കിൽ സൈസിന് വ്യത്യാസം വരുന്നു, അത്രയല്ലേ ഉള്ളൂ. അതേസമയം അതേ പേപ്പറിനെ ഞാൻ എടുത്ത് കത്തിക്കുകയാണ്. കത്തിച്ചു കഴിഞ്ഞാൽ എന്ത് പറ്റി? അത് ആഷ് ആയി, അതായത് ഫുള്ളി ടോട്ടലി ആ സബ്സ്റ്റൻസ് തന്നെ എന്ത് പറ്റി? സബ്സ്റ്റൻസ് തന്നെ മാറി. അപ്പൊ എന്ത് പറ്റുന്നു? ഒരു പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യുന്നു. അതേസമയം പേപ്പർ കയറിയപ്പോൾ പുതിയ സബ്സ്റ്റൻസ് ഉണ്ടായോ? ഇല്ല. അതായത് നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ് ഡ്യൂറിങ് എ ഫിസിക്കൽ ചേഞ്ച്, വൈൽ ഇൻ എ കെമിക്കൽ ചേഞ്ച് ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോമിങ്. ഇതാണ് എന്ത്? നമുക്ക് ഈ റിയാക്ഷൻസിലോളം അല്ലെ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ള ഇതിന്റെ ബേസിക് ആണ് ഇത്. അതായത് എന്താണ്? റിയാക്ഷൻസിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. വാട്ട്? ഫിസിക്കൽ ചേഞ്ച് ആൻഡ് കെമിക്കൽ ചേഞ്ച്. ഓക്കെ, ഡു യു അണ്ടർസ്റ്റാൻഡ്? ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു എക്സാമ്പിൾ ആണ്. മെഗ്നീഷ്യത്തിന് എന്ത് ചെയ്യുന്നു? മെഗ്നീഷ്യത്തിനെ നമുക്ക് നോർമലി റിബൺ രൂപത്തിലാണ് കിട്ടുന്നത്. ആ മെഗ്നീഷ്യം റിബണിനെ നമുക്ക് എന്ത് ചെയ്യുന്നു? ബേൺ ചെയ്യുന്നു യൂസിങ് എ ബേണർ. മെഗ്നീഷ്യത്തിന്റെ ഒരു പ്രത്യേകത, മെഗ്നീഷ്യം ബേൺസ് വിത്ത് എ ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം. അതായത് നിങ്ങൾക്ക് എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിക്കാം, ആൻ എലമെന്റ് വിച്ച് ബേൺസ് ഇൻ എ ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം ആരാണെന്ന് ചോദിച്ചാൽ അത് ആരാണ്? മെഗ്നീഷ്യം ആണ്. മെഗ്നീഷ്യത്തിനാണ് എന്ത്? ഒരു ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം ഉള്ളത്. ഓക്കെ, ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം ഉള്ളത് ആർക്കാണ്? മെഗ്നീഷ്യത്തിനാണ്. ഓക്കെ, മെഗ്നീഷ്യം എന്തുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്തു. മെഗ്നീഷ്യം ഓക്സൈഡ്. ഈ മെഗ്നീഷ്യം ഓക്സൈഡ് എന്ന് പറയുന്ന ഒരു ആഷ് ആണ്. ആ ആഷിന്റെ കളർ എന്താണ്? വൈറ്റ് ആഷ് ആണ്. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ക്വസ്റ്റ്യൻ വരാം? ആൻ എലമെന്റ് വിച്ച് ബേൺസ് വിത്ത് ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം ഫോംസ് ആൻ വൈറ്റ് ആഷ്. ഐഡന്റിഫൈ ദി എലമെന്റ് X. Which is the element X? Magnesium is the element. Okay, do you understand it? ഓക്കെ, ഇങ്ങനെയാണ്. അതായത് ഇതെന്ത് റിയാക്ഷൻ ആണ്? അപ്പോ ഇതൊരു കെമിക്കൽ ചേഞ്ച് ആണ്. കാരണം എന്താണ്? നമുക്ക് ഈ ആഷിൽ നിന്ന് തിരിച്ചെന്തിലോട്ട് പോകാൻ പറ്റില്ല? മെഗ്നീഷ്യത്തിലോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇതെന്താണ്? ഒരു കെമിക്കൽ ചേഞ്ച് ആണ്. അതേസമയം ഞാൻ ഈ മെഗ്നീഷ്യം റിബണിനെ, ഇങ്ങനെ ഇരിക്കുന്ന മെഗ്നീഷ്യം റിബണിനെ കട്ട് ചെയ്തുമ്പോൾ എന്ത് പറ്റും? ഇതിന്റെ ഷേപ്പിന് ചെറിയൊരു വ്യത്യാസം വരുമായിരിക്കും. ദിസ് ഈസ് അബൌട്ട് എന്താണ്? ഫിസിക്കൽ ചേഞ്ച്. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ്, ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഐഡന്റിഫൈ ചെയ്യും. അതായത് നമുക്ക് കാണുമ്പോൾ ഇങ്ങനെ ഒരു റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്യും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യുന്നുണ്ടാവും? നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എന്താണ്? നമ്മുടെ ഗേറ്റ് കുറച്ച് നാൾ കഴിയുമ്പോൾ തുരുമ്പിക്കുന്നു. അവിടെ എന്താണ്? എന്തെങ്കിലും ഒരു റിയാക്ഷൻ നടക്കാണ്ട് നമ്മുടെ ഗേറ്റ് തുരുമ്പിക്കോ? ഇല്ല. അവിടെ റിയാക്ഷൻ നടന്നു, അല്ലെ എന്തെങ്കിലും ഒരു സബ്സ്റ്റൻസ് വന്നു. അതെന്താണ്? റസ്റ്റ് ആണ്. അവിടെ എന്താണ്? ഒരു റിയാക്ഷൻ നടന്നു, അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സ്റ്റേറ്റ്. അതായത് ഒരു സ്റ്റേറ്റിന് എന്തോ ചേഞ്ച് പറ്റി. അല്ലെങ്കിൽ ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഐസ് എന്തായി? വാട്ടർ ആയി. അതായത് സോളിഡിൽ നിന്ന് എന്തായി? ലിക്വിഡ് ആയി. ലിക്വിഡ് ആവുമ്പോൾ എന്ത് പറ്റുന്നു? ചേഞ്ച് ഇൻ സ്റ്റേറ്റ് നടക്കുന്നു. അതെന്താണ്? നമുക്കൊരു റിയാക്ഷൻ നടന്നു എന്നതിന് എന്താണ്? എക്സാമ്പിൾ അല്ല, നമുക്ക് വിസിബിളി അറിയാൻ പറ്റുന്നതാണ്. അതുപോലെ ചേഞ്ച് ഇൻ കളറിന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് കോപ്പർ സൾഫേറ്റിന്റെ കളർ. നിങ്ങൾക്ക് അറിയായിരിക്കും, കോപ്പർ സൾഫേറ്റ് ഈസ് ബ്ലൂ ഇൻ കളർ. ആ ബ്ലൂ ഇൻ കളറിൽ നമ്മളൊരു അയൺ നെയിൽ ഇടുവാണ്. അയൺ നെയിൽ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ, അതായത് ഒരു ആഫ്റ്റർ എ 5 minutes, ഈ കളർ എന്ത് ചെയ്യുന്നു? ഗ്രീൻ കളർ ആയിട്ട് മാറും. ഇതെന്താണ്? അതായത് ബ്ലൂ കളറിൽ നിന്ന് ഗ്രീൻ കളർ, വിസിബിളി ഒരു കളർ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നു. അതെന്തുകൊണ്ടാണ്? ഒരു റിയാക്ഷൻ അവിടെ നടക്കും. ഓക്കെ, നെക്സ്റ്റ് ഈസ് എന്താണ്? എവല്യൂഷൻ ഓഫ് എ ഗ്യാസ്.
അതായത് ചില റിയാക്ഷനുകളിൽ, അതായത് നമ്മളിപ്പം കാൽഷ്യം കാർബണേറ്റ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആളാണ് എന്ത് കാൽഷ്യം കാർബണേറ്റ്. ആ കാൽഷ്യം കാർബണേറ്റിൽ ഞാൻ കുറച്ച് HCl ആഡ് ചെയ്യാണ്. HCl ആഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റും എന്ന് ചോദിച്ചാൽ അതിൽ കാർബൺ ഡൈ ഓക്സൈഡ്, കാൽഷ്യം കാർബണേറ്റിൽ ഞാൻ HCl ആഡ് ചെയ്യുകയാണ് എങ്കിൽ കാൽഷ്യം ക്ലോറൈഡ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫോം ചെയ്യുന്നു. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിന് ഒരു ബ്രിസ്ക് എഫർവെസൻസ്, അതായത് പതഞ്ഞു പൊങ്ങുക, ബ്രിസ്ക് എഫർവെസൻസ് ഉണ്ടാവുന്നു. ഈ ബ്രിസ്ക് എഫർവെസൻസ് നമുക്ക് എന്താണ് വിസിബിളി കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ബ്രിസ്ക് എഫർവെസൻസ്. എന്തുകൊണ്ട്? കാർബൺ ഡൈ ഓക്സൈഡിന്റെ എവല്യൂഷൻ കാരണം ഉണ്ടാവുന്നതാണ് എന്ത് ബ്രിസ്ക് എഫർവെസൻസ്. എവല്യൂഷൻ ഓഫ് ഗ്യാസ് എന്ത് ചെയ്യാം നമുക്ക് അങ്ങനെ വിസിബിളി നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഹൈഡ്രജൻ ആണ് എവല്യൂഷൻ ചെയ്യുന്നെങ്കിൽ ഒരു പോപ്പ് സൗണ്ട്, അതായത് നമ്മളൊരു മാച്ച് സ്റ്റിക്ക് കൊണ്ട് വെക്കുകയാണെങ്കിൽ എന്താണ് ഒരു പോപ്പ് സൗണ്ട്. അതായത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് വരാം ഗ്യാസ് വിച്ച് എവോൾവ്സ് വിത്ത് എ പോപ്പ് സൗണ്ട്, ഐഡന്റിഫൈ ദി ഗ്യാസ്. ആരാണ്? ഹൈഡ്രജൻ ആണ്. വിച്ച് എവോൾവ്സ് വിത്ത് ബ്രിസ്ക് എഫർവെസൻസ്. ആരാണ്? കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ് എവല്യൂഷൻ ഓഫ് ഗ്യാസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇനി അടുത്ത ഹീറ്റ് ചേഞ്ച് ആണ്. അത് നിങ്ങൾക്ക് തന്നെ അറിയായിരിക്കും. ചില റിയാക്ഷന് നമ്മൾ തന്നെ എന്ത് ചെയ്യണം? ഹീറ്റ് കൊടുക്കണം. അല്ലെങ്കിൽ എന്താണ് ടെസ്റ്റ് ട്യൂബിൽ തൊടുമ്പോൾ നമുക്ക് തന്നെ എന്ത് ചെയ്യാം? ഹീറ്റ് നമുക്ക് തൊടുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഒരു ചൂടടിക്കും. അതായത് എവല്യൂഷൻ ഓഫ് ഹീറ്റും എന്താണ് നമുക്ക് വിസിബിളി ഒരു റിയാക്ഷൻ നടന്നു എന്നതിന് എന്താണ് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാനുള്ള വഴികളാണ്. അപ്പൊ എന്തൊക്കെയായിരുന്നു? ചേഞ്ച് ഇൻ കളർ, ചേഞ്ച് ഇൻ സ്റ്റേറ്റ്, എവല്യൂഷൻ ഓഫ് ഗ്യാസ് ആൻഡ് ഹീറ്റ് ചേഞ്ച്, എവല്യൂഷൻ ഓഫ് ഹീറ്റ്. ഇതെല്ലാമാണ് വിസിബിളി നമുക്ക് എന്താണ് ഒരു കെമിക്കൽ റിയാക്ഷൻ നടന്നു എന്നതിന് എക്സാമ്പിൾ. ഓക്കെ, നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഇൻ ടു ദ ടോപ്പിക് ബാലൻസിങ്. അതായത് ഈ ചാപ്റ്ററിൽ എന്താണ് മെയിൻ ആയിട്ടുള്ള ടോപ്പിക് ആണ് എന്ത്? ബാലൻസിങ് ഓഫ് എ കെമിക്കൽ റിയാക്ഷൻ. നിങ്ങൾക്ക് എക്സാമിന് ഒരുപാട് വരുന്ന ഒരു ടോപ്പിക് ആണ് ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഓക്കെ, നൗ വി ക്യാൻ മൂവ് ഇൻ ടു ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ. ആൻഡ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ എന്തായാലും റിയാക്ഷൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഹൈഡ്രജൻ പ്ലസ് വാട്ടർ, ഓക്സിജൻ ഈസ് വാട്ടർ. നിങ്ങൾ എന്തായാലും ഈ റിയാക്ഷൻ കുഞ്ഞിലെ മുതലേ പഠിക്കുന്നതാണ്. ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്തുണ്ടാവുന്നു? വാട്ടർ ഉണ്ടാവുന്നു. പക്ഷെ എന്തിനായിരിക്കും നമ്മൾ ഒരു ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്? ആസ് യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. എന്താണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്? Law of conservation of mass states that mass can neither be created mass or nor be destroyed during a chemical reaction. അതായത് എന്താണ് ഒരു റിയാക്ഷനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മാസിനെ ഉണ്ടാക്കാനോ ഡിസ്ട്രോയ് ചെയ്യാനോ പറ്റില്ല. ഓക്കെ, ഇനി നമുക്കത് ഇവിടെ പ്രൂവ് ചെയ്ത് നോക്കാം. ഒരു റിയാക്ഷനിൽ എന്ത് നടക്കുന്നു എന്ന് നിങ്ങൾക്കറിയാം. ഹൈഡ്രജന്റെ മാസ് എത്രയാണ്? ഹൈഡ്രജന്റെ മാസ് 1 ആണ്. 2 ഹൈഡ്രജൻ ഉള്ളപ്പോ 2 പ്ലസ് ഓക്സിജന്റെ മാസ് എത്രയാണ്? 16. ഇവിടെ 2 ഓക്സിജൻ വന്നതുകൊണ്ട്, മോളിക്യൂൾ വന്നതുകൊണ്ട് 2 + 30 34 ആണ് നമുക്ക് റിയാക്ടൻ സൈഡിലെ മാസ് എന്ന് പറയുന്നത്, അല്ലേ? ഇനി നമുക്ക് എന്ത് നോക്കാം? വാട്ടറിന്റെ മാസ് നോക്കാം. വാട്ടറിന്റെ മാസ് എന്താണ്? H2O. 2 ഓക്സിജൻ ആകുമ്പം 2 + 16, അതായത് 18 നമുക്ക് എന്ത് വരുന്നുള്ളൂ? നമ്മുടെ പ്രോഡക്റ്റിന്റെ മാസ് വരുന്നുള്ളൂ, അല്ലേ? ഇത് രണ്ടും ഈക്വൽ ആണോ? അല്ല. അപ്പൊ എന്ത് പറ്റി? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസിന് എന്തോ ഒരു തകരാറുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. ഓക്കെ, എന്തിനാണ്? അപ്പൊ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രിവെന്റ് ചെയ്യാനല്ല, കൺസേർവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായോ? ഇനി എങ്ങനെയാ ബാലൻസ് ചെയ്യുമ്പോൾ ഇത് എന്ത് പറ്റുമെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഇനി നമുക്ക് ബാലൻസിങ് ഓഫ് ഇക്വേഷൻ ഈ സെയിം ഇക്വേഷനിൽ തന്നെ എന്ത് ചെയ്യാം നോക്കാം. എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, 2 സൈഡിലും, അതായത് റിയാക്ടന്റിന്റെ സൈഡിലും പ്രോഡക്റ്റിന്റെ സൈഡിലും നമുക്ക് എന്ത് ചെയ്യണം? സെയിം നമ്പർ ഓഫ് ആൾക്കാർ വേണം. ഇവിടെ ഇപ്പൊ ഹൈഡ്രജൻ 2 പേരാണെങ്കിൽ അവിടെയും ഹൈഡ്രജൻ എന്ത് പേരായിരിക്കണം? 2 ആയിരിക്കണം. ഇവിടെ ഓക്സിജൻ 2 ആണെങ്കിൽ അവിടെയും എന്ത് ചെയ്യണം? ഓക്സിജൻ 2 ആയിരിക്കണം. അപ്പൊ ഓക്കെ, നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഹൈഡ്രജൻ എന്താണ്? ഹൈഡ്രജൻ റിയാക്ടന്റിന്റെ സൈഡിൽ എത്രയേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. ഓക്കെ ആണോ? സോറി, 2 പേരുണ്ട്.
പ്രോഡക്റ്റിന്റെ സൈഡിലും എത്ര പേരുണ്ട്? 2 പേരുണ്ട്. ഇനി ഓക്സിജന്റെ കാര്യം എടുക്കുമ്പോഴോ, ഓക്സിജൻ റിയാക്ടന്റിന്റെ സൈഡിൽ 2 പേരുണ്ട്. പക്ഷേ പ്രോഡക്റ്റിന്റെ സൈഡിൽ എന്തേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. നമുക്ക് എന്ത് ചെയ്യണം? അയാളെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഒരിക്കലും എന്താണ് H2O ഇട്ടിട്ട് താഴെ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? ഒരു 2 ഇടാൻ പാടില്ല. എപ്പോഴും ആരാണോ റിയാക്ടന്റ്, ആരാണോ പ്രോഡക്റ്റ്, അവരുടെ ഫ്രണ്ടിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? നമ്പർ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ആ നമ്പർ ഇടുമ്പോൾ ഓക്സിജന് മാത്രമല്ല അത് ബാധകം, ആരൊക്കെ അതിലുണ്ടോ അവർക്ക് എല്ലാവർക്കും അതെന്താണ്? ബാധകമാണ്. അപ്പൊ ഇവിടെ ആർക്കൊക്കെ ഉണ്ട്? ഹൈഡ്രജനും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പൊ ഇവിടെ എന്ത് പറ്റി? ഓക്സിജൻ 2 ആയല്ലോ. ഓക്സിജൻ 2 ആയി, റിയാക്ടന്റിലും ഓക്സിജൻ 2 ആയി, പ്രോഡക്റ്റിലും ഓക്സിജൻ 2 ആയി. പക്ഷെ എന്ത് പറ്റി? നമ്മുടെ ഹൈഡ്രജന് ചേഞ്ച് വന്നു. ഹൈഡ്രജൻ എന്ത് പറ്റി? ഹൈഡ്രജൻ ഇവിടെ 2 × 2 4 ഹൈഡ്രജൻ ആയി. അപ്പൊ നമുക്ക് ഹൈഡ്രജനെ ഇപ്പുറത്തും മാറ്റണ്ടേ? മാറ്റാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇപ്പുറത്ത് ഹൈഡ്രജനെ മാറ്റാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ആഡ് ചെയ്യുന്നു? 2 ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ, 2 ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് പറ്റി? 2 × 2 4 ഹൈഡ്രജൻ ആയി. ഇവിടെയും 4 ആയോ? ആയി. ഹിയർ ഓക്സിജൻ എത്രയുണ്ട്? 2 ഉണ്ട്. ഇവിടെയും എത്രയുണ്ട്? 2 ഉണ്ട്. ഓക്കെ ആണോ എല്ലാവർക്കും? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ്, നമ്മൾ എന്തിനാണ് ബാലൻസ് ചെയ്യുന്നതെന്നാ പഠിച്ചേ? കൺസർവേഷൻ ഓഫ് മാസ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ പ്രിസർവ് ചെയ്യാനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷൻ ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ത് ചെയ്തോ? ബാലൻസ്ഡ് ആയോ അല്ലെങ്കിൽ പ്രിസർവ് ആയോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഹൈഡ്രജന്റെ മാസ് എത്രയാ? 4 ആണ് ഹൈഡ്രജന്റെ മാസ് അല്ലേ? 2 × 2, അതായത് ഒരു ഹൈഡ്രജൻ 1. ഇവിടെ നമുക്ക് എത്ര ഹൈഡ്രജൻ ഉണ്ട്? 4 ഹൈഡ്രജൻ ഉണ്ട്. അപ്പൊ ഹൈഡ്രജന്റെ മാസ് 4. ഓക്സിജൻ എത്രയേ ഉള്ളൂ? ഒരു ഓക്സിജൻ 16 ആണ്. 2 ഓക്സിജൻ ആകുമ്പോൾ 32. അപ്പൊ നമുക്ക് ടോട്ടൽ റിയാക്ടന്റിന്റെ മാസ് എത്രയായി? 36 ആയി. ഓക്കെ ആണോ എല്ലാവർക്കും? 36 ആയി. ഇനി നമുക്ക് എന്ത് നോക്കാം? വാട്ടർ. വാട്ടർ എത്രയായിരുന്നു? നമ്മൾ നേരത്തെ വാട്ടർ ചെയ്തപ്പോൾ വാട്ടറിന്റെ മാസ് 18 ആയിരുന്നു. അതായത് 2 ഹൈഡ്രജൻ ആകുമ്പോൾ 2, ഓക്സിജൻ 16. അപ്പൊ നമുക്ക് മാസ് 18. ഇവിടെ എത്ര വാട്ടർ മോളിക്യൂൾ ഉണ്ട്? 2 വാട്ടർ മോളിക്യൂൾ ഉണ്ട്. അപ്പം 18 × 2 36. നിങ്ങൾക്ക് മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ, ഇതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. എന്തിനാണ്? നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, വൈ വി ബാലൻസ് എ കെമിക്കൽ ഇക്വേഷൻ. എന്തിനാണ് ബാലൻസ് ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇക്വേഷനെ ബാലൻസ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയേ, റിയാക്ടന്റിന്റെ മാസും പ്രോഡക്റ്റിന്റെ മാസും സെയിം ആയില്ലേ? ഓക്കെ, ദിസ് ഈസ് ഹൗ വി. ഇതെന്താണ്? ഒരു സിമ്പിൾ എക്സാമ്പിൾ ആണ്. അതായത് നോർമലി നമ്മൾ എടുക്കുന്ന എക്സാമ്പിൾ ആണ് എന്ത്? ഹൈഡ്രജനും ഓക്സിജനും കമ്പൈൻ ചെയ്ത് വാട്ടർ ആവുന്നു. 2H2 + O2 gives 2H2O. ഓക്കെ ആണല്ലോ എല്ലാവർക്കും? നെക്സ്റ്റ് വി ക്യാൻ മൂവ് ഇൻ ടു അനദർ ക്വസ്റ്റ്യൻ. എന്താണ്? നമ്മൾ നേരത്തെ പഠിച്ച മെഗ്നീഷ്യം + ഓക്സിജൻ gives MgO. നിങ്ങളോട് ഞാൻ നേരത്തെ പറഞ്ഞു മെഗ്നീഷ്യം എങ്ങനെയാണ് ബേൺ ചെയ്യുന്നത്? ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം. ഈ വാക്ക് എപ്പോഴും ഓർത്തു വെക്കുക. ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം. ആരാണ്? മെഗ്നീഷ്യം എന്ന എലമെന്റ് ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിമിലാണ് എന്ത് ചെയ്യുന്നത്? ബേൺ ചെയ്യുന്നത്. മെഗ്നീഷ്യം + ഓക്സിജൻ gives MgO. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ്. മെഗ്നീഷ്യം ഇവിടെ എത്രയേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. അവിടെയും എന്തേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. നമ്മൾ എന്ത് ചെയ്യണോ? ബാലൻസ് ചെയ്യണോ? വേണം. പക്ഷെ എന്തുണ്ട്? ഓക്സിജൻ റിയാക്ടന്റിന്റെ സൈഡിൽ എത്ര പേരുണ്ട്? 2 പേരുണ്ട്. പ്രോഡക്റ്റിന്റെ സൈഡിൽ എന്തേ ഉള്ളൂ? ഒരാളേ ഉള്ളൂ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അതിനെ ബാലൻസ് ചെയ്യണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? ആ സൈഡ് × 2 ചെയ്യാം. അപ്പൊ നമുക്ക് ഇട്ട് കൊടുക്കാം. × 2 ഇട്ട് കൊടുത്തു. 2 ഇട്ട് കൊടുത്തപ്പോ എന്ത് പറ്റി? മെഗ്നീഷ്യത്തിനും ചേഞ്ച് വന്നു. മെഗ്നീഷ്യത്തിന് ചേഞ്ച് വന്നു. മെഗ്നീഷ്യം ഇപ്പൊ എത്രയായി? പ്രോഡക്റ്റിന്റെ സൈഡിൽ എന്തായി? 2 ആയി. അപ്പൊ നമുക്ക് ഇവിടെയും ചേഞ്ച് വരുത്തണ്ടേ? വരുത്താം. സോ വി ആഡ് 2. എന്ത് ചെയ്യുന്നു? 2Mg + O2 gives 2MgO. അതായത് ഇവിടെ റിയാക്ടന്റിന്റെ സൈഡിൽ 2 മെഗ്നീഷ്യം, പ്രോഡക്റ്റിന്റെ സൈഡിലും 2 മെഗ്നീഷ്യം. ആൻഡ് റിയാക്ടന്റിന്റെ സൈഡിൽ 2 ഓക്സിജൻ, പ്രോഡക്റ്റിന്റെ സൈഡിലും 2 ഓക്സിജൻ. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്? ഫ്രണ്ടിൽ ഒരു നമ്പർ ഇടുമ്പോൾ അത് ആർക്ക്?
രണ്ടുപേർക്കും ആരൊക്കെ ആ കോമ്പൗണ്ടിലുണ്ടോ അതിലെ എല്ലാ എലമെന്റ്സിനും എന്താണ് അത് ബാധകമാണ്. ഓക്കെ ആണോ എല്ലാവർക്കും? ഓക്കെ, നമുക്കിനി അടുത്ത എക്സാമ്പിൾ നോക്കാം. സിങ്ക് പ്ലസ് HCl gives ZnCl2 plus H2. അതായത് സിങ്കും ഹൈഡ്രോക്ലോറിക് ആസിഡും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സിങ്ക് ക്ലോറൈഡും ഹൈഡ്രജൻ ഗ്യാസും. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൈഡ്രജൻ ഗ്യാസ് എങ്ങനെയാണ് വരുന്നത്? പോപ്പ് സൗണ്ട് കേൾക്കുന്നു. അത് നമുക്ക് പിന്നെ പഠിക്കാം. ഇവിടെ ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ. സിങ്ക് പ്ലസ് HCl gives സിങ്ക് ക്ലോറൈഡ് പ്ലസ് H2 ഗ്യാസ്. ഓക്കെ, നമുക്ക് നോക്കാം. സിങ്ക് ഇവിടെ എത്ര പേരുണ്ട്? ഒരാളെ ഉള്ളൂ. റിയാക്ടന്റിന്റെ സൈഡിൽ. പ്രോഡക്റ്റിന്റെ സൈഡിലോ ഒരാളെ ഉള്ളൂ, നമുക്കൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. ഇനി അടുത്ത ആരാണ്? ഹൈഡ്രജൻ. ഹൈഡ്രജൻ എന്ത് പറ്റി? ഹൈഡ്രജൻ റിയാക്ടന്റിന്റെ സൈഡിൽ ഒരാളും പ്രോഡക്റ്റിന്റെ സൈഡിൽ എന്ത് പറ്റി? രണ്ടാൾക്കാരും. ആൻഡ് ക്ലോറിൻ. ക്ലോറിനും എന്ത് പറ്റി? റിയാക്ടന്റിന്റെ സൈഡിൽ ഒരാളും പ്രോഡക്റ്റിന്റെ സൈഡിൽ എന്ത് പേരുണ്ട്? രണ്ടുപേരുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? ഹൈഡ്രജനെയും ക്ലോറിനെയും എന്ത് ചെയ്യണം? രണ്ടാക്കണം. അപ്പൊ *2 ചെയ്യണം. ഓക്കെ, *2 ചെയ്യാൻ എന്ത് ചെയ്യുക? ഈ HClന്റെ ഫ്രണ്ടിൽ ഒരു 2 ഇട്ട് കൊടുത്താൽ പോരെ? മതി. ഇപ്പൊ എത്രയായി? സിങ്ക് ഇവിടെയും, അതായത് റിയാക്ടന്റിന്റെ സൈഡിലും ഒന്നേ ഉള്ളൂ, പ്രോഡക്റ്റിന്റെ സൈഡിലും ഒന്നേ ഉള്ളൂ. ഹൈഡ്രജൻ ഇപ്പൊ രണ്ടില്ലേ? രണ്ടുണ്ട്. ഇവിടെയും എത്രയുണ്ട്? രണ്ടുണ്ട്. ക്ലോറിൻ എത്രയുണ്ട്? റിയാക്ടന്റിന്റെ സൈഡിലും രണ്ടുപേര്, പ്രോഡക്റ്റിന്റെ സൈഡിലും രണ്ടുപേര്. ഇങ്ങനെയാണ് നമ്മളപ്പോ എന്ത് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നത്. അതായത് റിയാക്ടന്റിന്റെ സൈഡിലും പ്രോഡക്റ്റിന്റെ സൈഡിലും നമുക്ക് എപ്പോഴും എന്ത് വേണം? ഈക്വൽ നമ്പർ ഓഫ് എലമെന്റ്സ് വേണം. ഓക്കെ ആണോ എല്ലാവർക്കും? ദിസ് ഈസ് ഹൗ വി ബാലൻസ് എ കെമിക്കൽ റിയാക്ഷൻ. അപ്പൊ എന്തിനാണ് റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നത്? ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്നത്. എല്ലാവർക്കും ഓക്കെ ആണോ? Okay, now we can explain about the questions. Why should a magnesium ribbon be cleaned before burning in air? എന്തിനാണ് നമ്മൾ എന്താണ് മെഗ്നീഷ്യം റിബണിനെ എന്തിന് നമ്മൾ കത്തിക്കുന്നത്? നേരത്തെ നമ്മൾ പറഞ്ഞു എന്താണ് ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിമിൽ ബേൺ ചെയ്യുന്നു എന്ന് പറഞ്ഞു. എന്തിനാണ് അതിനെ ക്ലീൻ ചെയ്യുന്നത്? എന്തിനായിരിക്കും ക്ലീൻ ചെയ്യുന്നത്? ക്യാൻ യു ഗീവ് ദി ആൻസർ? അതായത് എന്താണ് ഡസ്റ്റ് പാർട്ടിക്കിൾസ് എന്തെങ്കിലും ഉണ്ട് എങ്കിൽ എന്താണ് റിയാക്ഷൻ എന്ത് നമ്മുടെ ഈ മെഗ്നീഷ്യം ആഷിന് എന്ത് പറ്റാം? ചേഞ്ച് വരാം. അല്ലെങ്കിൽ എന്താണ് ഡാസ്ലിംഗ് വൈറ്റ് ഫ്ലെയിം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നേരെ കിട്ടില്ല. അതുകൊണ്ടാണ് എന്ത് പറ്റുന്നത്? നമ്മള് എയർ ബേൺ ചെയ്യുന്നതിന് മുമ്പ്, മെഗ്നീഷ്യം റിബൺ ബേൺ ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നത്? മെഗ്നീഷ്യത്തിനെ ക്ലീൻ ചെയ്യണം എന്ന് പറയും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് write the balanced equation for the following chemical reactions. ഹൈഡ്രജൻ പ്ലസ് ക്ലോറിൻ gives ഹൈഡ്രജൻ ക്ലോറൈഡ്. നിങ്ങൾക്ക് അറിയാം എന്താണ്? H2 plus Cl2 gives HCl ആണ്. ഓക്കെ, ഹൈഡ്രജൻ എത്ര പേരുണ്ട്? 2. ക്ലോറിൻ എത്ര പേരുണ്ട്? 2. പക്ഷെ അവിടെ റിയാക്ഷന് മുമ്പ് എങ്ങനെയായിരുന്നു? HCl മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? പ്രോഡക്റ്റിന്റെ സൈഡിലെ നമ്പർ മാറ്റുക, 2 ഇട്ട് കൊടുക്കുക. എങ്കിലേ എന്ത് പറ്റൂ? റിയാക്ഷൻ ബാലൻസ് ചെയ്യൂ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബേരിയം ക്ലോറൈഡ് പ്ലസ് അലുമിനിയം സൾഫേറ്റ് gives ബേരിയം സൾഫേറ്റ് പ്ലസ് അലുമിനിയം ക്ലോറൈഡ്. ബേരിയം ക്ലോറൈഡിന്റെ ഇക്വേഷൻ എന്താണ്? BaCl2. നിങ്ങൾക്ക് എന്താണ് ഓൾറെഡി കെമിക്കൽ ഫോർമുല എഴുതാൻ നിങ്ങൾ 9th പഠിച്ചിട്ടുണ്ട്. എന്താണ്? വാലൻസി ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക. ബേരിയം ക്ലോറൈഡ് പ്ലസ് അലുമിനിയം സൾഫേറ്റ്. അലുമിനിയത്തിന്റെ വാലൻസി ആണ് 3, സൾഫേറ്റിന്റെ വാലൻസി ആണ് 2. വാലൻസി ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കെമിക്കൽ ഫോർമുല എഴുതുന്നത്. ഓക്കെ, അപ്പം ബേരിയം ക്ലോറൈഡ് പ്ലസ് അലുമിനിയം സൾഫേറ്റ് gives ബേരിയം സൾഫേറ്റ് പ്ലസ് അലുമിനിയം ക്ലോറൈഡ്. നമ്മൾ എന്ത് ചെയ്യണം? ഇക്വേഷൻ ബാലൻസ് ചെയ്യണം. റിയാക്ഷന് മുന്നേ ഇവിടെ എത്രയായിരുന്നു? ബേരിയം ഒരാളായിരുന്നു, ഓപ്പോസിറ്റ് പ്രോഡക്റ്റ് സൈഡിലും ബേരിയം ഒരാളെ ഉള്ളൂ. ക്ലോറിൻ എന്താണ്? ഇവിടെ 2 പേരുണ്ട്, ഇവിടെ എന്താണ്? 3 പേരുണ്ടായിരുന്നു. അപ്പൊ നമുക്കറിയാം എന്താണ്? നമ്മൾ റിയാക്ഷനിൽ ആദ്യം ആരെ ബാലൻസ് ചെയ്യണം? ക്ലോറിനെ ബാലൻസ് ചെയ്യണം. അതുപോലെ എന്താണ്? അലുമിനിയം എത്ര പേരുണ്ടായിരുന്നു? റിയാക്ഷന് മുന്നേ, അതായത് ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ എത്ര പേരേ ഉള്ളൂ? 2 പേര്. ബാലൻസ് ഇവിടെ എത്ര പേര്? അതായത് പ്രോഡക്റ്റിന്റെ സൈഡിൽ എന്തേ ഉള്ളൂ? ഒരാളെ ഉള്ളൂ. സൾഫേറ്റ് പ്രോഡക്റ്റിന്, അതായത് റിയാക്ഷന് മുമ്പ്, അതായത് റിയാക്ടന്റ് സൈഡിൽ എന്താണ്? 3 പേര്. നമ്മുടെ പ്രോഡക്റ്റിൽ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഇനി ടു ബാലൻസ്. അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ക്ലോറിനിൽ തുടങ്ങാം. ഒരു സൈഡിൽ എന്താണ്? 2 ക്ലോറിൻ, ഒരു സൈഡില് 3 ക്ലോറിൻ. അപ്പൊ നമ്മൾ 2നെയും 3നെയും നമുക്ക് കോമൺ ആയിട്ട് ഒരു നമ്പറെ ആക്കാൻ പറ്റൂ 6.
അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 3 ഇട്ട് കൊടുക്കാം. എവിടെ രണ്ട് സൈഡിലും നമുക്ക് ക്ലോറിനെ 6 ആക്കണം. നമ്മൾ എന്ത് ചെയ്യുന്നു, 3 ആഡ് ചെയ്ത് കൊടുക്കുന്നു. റിയാക്ടന്റിന്റെ സൈഡിൽ 3യും പ്രോഡക്റ്റിന്റെ സൈഡിൽ എന്തും ആഡ് ചെയ്ത് കൊടുക്കുന്നു, നമ്മൾ 2ഉം ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ ഇവിടെ എന്തായി, 3 ബേരിയം 6 ക്ലോറൈഡ്. അപ്പൊ നമുക്ക് വീണ്ടും ആരെ ചേഞ്ച് ചെയ്യണം, ബേരിയത്തിനെ ചേഞ്ച് ചെയ്യണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, ബേരിയത്തിനും 3 ഇട്ട് കൊടുക്കുന്നു. ഓക്കെ ആണോ? അത് കഴിഞ്ഞ് നമുക്ക് നോക്കാനുള്ള ആരായിരുന്നു, അലുമിനിയം ആയിരുന്നു. നമ്മൾ ക്ലോറിൻ 6 ആക്കിയപ്പോ എന്താണ്, അലുമിനിയം 2 ആയി. ഇവിടെയും എന്തായി, 2 ആയല്ലോ. സൾഫേറ്റ്, ഇവിടെ സൾഫേറ്റിന് ടോട്ടൽ സൾഫേറ്റിനാണ് 3 സൾഫേറ്റ് വരുന്നുണ്ട്. ഇവിടെ നമ്മൾ ബേരിയം ബാലൻസ് ചെയ്തപ്പം ആ 3 സൾഫേറ്റ് വന്നോ? അതാണ് പറഞ്ഞത്, എന്താണ് ബാലൻസ് ചെയ്യുമ്പോൾ ഈ 3 എല്ലാവർക്കും ഉള്ളതാണ്. അതായത് 3 ബേരിയം 3 സൾഫർ 3 × 4 12 ഓക്സിജൻ. ഇവിടെ എന്താണ് 4 × 3 12 ഓക്സിജൻ. അങ്ങനെ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ബാലൻസ് ചെയ്യാൻ. ബ്രാക്കറ്റ് ഇടുമ്പോൾ ഈ 3 ആർക്ക് ബാധകമാണ്, സൾഫറിനും ഓക്സിജനും ബാധകമാണ്. അപ്പൊ 3 സൾഫർ ഉണ്ട് 12 ഓക്സിജൻ ഉണ്ട്. ഓക്കെ ആണോ എല്ലാവർക്കും? നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്തായിരുന്നു, സോഡിയം പ്ലസ് വാട്ടർ ഗീവ്സ് NaOH പ്ലസ് ഹൈഡ്രജൻ. സോഡിയം Na പ്ലസ് വാട്ടർ ഗീവ്സ് NaOH, സോഡിയം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് ആദ്യം ഒരു Na, അവിടെയും എന്തായിരുന്നു, ഒരു Na ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞ് ഇവിടെ വാട്ടർ H2. പക്ഷെ ഇവിടെ എത്ര വാട്ടർ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ ഒരു 2 ഹൈഡ്രജൻ ഉണ്ട്. NaOHൽ നമുക്ക് എന്തുണ്ട്, ഒരു ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഓക്സിജൻ. ഓക്സിജൻ രണ്ടിടത്തും ഒന്നേ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, ആ 3 ഹൈഡ്രജനെ നമ്മൾ എന്ത് ചെയ്യുക, 4 ഹൈഡ്രജൻ ആക്കുക. 4 ഹൈഡ്രജൻ ആക്കുമ്പോൾ നമുക്ക് ഇവിടെ 2 ആഡ് ചെയ്ത് കൊടുത്താൽ ബാലൻസ് ആവുമല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, NaOHൽ 2 ആഡ് ചെയ്യുന്നു. അപ്പൊ ടോട്ടലി 2 Na 2O 2 ഹൈഡ്രജൻ. അപ്പൊ ടോട്ടലി 4 ഹൈഡ്രജൻ ആയി. 4 ഹൈഡ്രജൻ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, റിയാക്ടന്റിന്റെ സൈഡിലും 4 ഹൈഡ്രജൻ ആക്കണ്ടേ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു, 2 × 2 4 ഹൈഡ്രജൻ ആയി. എന്നേക്ക് എന്ത് പറ്റി, ചേഞ്ച് പറ്റി. എന്നേക്ക് ചേഞ്ച് പറ്റുമ്പോൾ ഇവിടെയും നമ്മൾ എന്ത് ചെയ്യണം, മാറ്റണം. അപ്പൊ 2 Na പ്ലസ് 2 H2O ഗീവ്സ് 2 NaOH പ്ലസ് H2. ഓക്കെ ആണോ എല്ലാവർക്കും? ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്. അടുത്തതും നിങ്ങൾക്ക് എന്ത് ചെയ്യാനാണ്, ബാലൻസ് ചെയ്യാനുള്ള ഇക്വേഷൻസ് ആണ്. BaCl2 പ്ലസ് Na2SO4, അതായത് ബേരിയം ക്ലോറൈഡും സോഡിയം സൾഫേറ്റും റിയാക്ട് ചെയ്ത് ബേരിയം സൾഫേറ്റും സോഡിയം ക്ലോറൈഡും ഉണ്ടാവും. അതായത് നമ്മൾ നേരത്തെ മുകളിൽ കണ്ട റിയാക്ഷനിൽ അലുമിനിയം സൾഫേറ്റിന് പകരം ഇവിടെ ആരാണ്, സോഡിയം സൾഫേറ്റ്. ആ ഒരു ചേഞ്ച് മാത്രമേ വന്നിട്ടുള്ളൂ. ബേരിയം ഇവിടെ 1 ആണ്, റിയാക്ടന്റിന്റെ സൈഡിലും പ്രോഡക്റ്റിന്റെ സൈഡിലും 1 ആണ്, നമുക്ക് കുഴപ്പമില്ല. ക്ലോറിൻ എന്താണ്, അതായത് ബാലൻസ് ചെയ്യുന്നതിന് മുന്നേ ക്ലോറിൻ എത്രയായിരുന്നു, 2 ആയിരുന്നു റിയാക്ടന്റിന്റെ സൈഡിൽ. പക്ഷേ എവിടെ, നമ്മുടെ പ്രോഡക്റ്റിന്റെ സൈഡിൽ ഒരു ക്ലോറിനേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് സോഡിയത്തിനും. എന്താണ്, സോഡിയം 2 സോഡിയം ഉണ്ടായിരുന്നു. പ്രോഡക്റ്റിൽ എത്ര സോഡിയമേ ഉള്ളൂ, ഒരു സോഡിയമേ ഉള്ളൂ. അവിടെ നമ്മൾ എന്ത് ചെയ്യുക, ഇത് രണ്ടും ഒരുമിച്ച് ആയതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ റിയാക്ഷൻ ബാലൻസ്ഡ് ആയി. ഓക്കെ ആണോ? ഇനി അടുത്ത ലാസ്റ്റ് ക്വസ്റ്റ്യൻ, സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ റിയാക്ട്സ് വിത്ത് ഹൈഡ്രോക്ലോറിക് ആസിഡ് സൊല്യൂഷൻ ടു പ്രൊഡ്യൂസ് സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ ആൻഡ് വാട്ടർ. ഓക്കെ, ഇതിലെ റിയാക്ഷനിൽ പ്രത്യേകിച്ച് ബാലൻസ് ചെയ്യാൻ നമുക്കൊന്നുമില്ല. റിയാക്ഷൻ ബാലൻസ്ഡ് ആണ്. അതായത് ഒരു Na ഉള്ളൂ, ഇവിടെയും ഒരു Na ഉള്ളൂ. ഓക്കെ ആണോ? ഇവിടെ ഒരു ഓക്സിജനേ ഉള്ളൂ, ഇവിടെയും ഒരു ഓക്സിജനേ ഉള്ളൂ. ഇവിടെ എത്ര H ഉണ്ട്, 2 H ഉണ്ട്. ഇവിടെയും എത്ര H ഉണ്ട്, നമുക്ക് 2 H ഉണ്ട്. ഓക്കെ, ഇവിടെ എത്ര ക്ലോറിൻ ഉണ്ട്, ഒരു ക്ലോറിൻ ഉണ്ട്. ഇവിടെ നമുക്ക് എത്ര ക്ലോറിൻ ഉണ്ട്, ഒരു ക്ലോറിൻ. അപ്പൊ ചിലപ്പോൾ എന്ത് ചെയ്യാം, റിയാക്ഷൻസ് ഓൾറെഡി നമുക്ക് എഴുതി വരുമ്പോ തന്നെ റിയാക്ഷൻസ് ബാലൻസ്ഡ് ആവാം. ഓക്കെ, അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, റിയാക്ഷൻ ബാലൻസ്, നിങ്ങൾ എപ്പോഴും എക്സാമിന് റിയാക്ഷൻസ് ബാലൻസ്ഡ് അല്ല എങ്കിൽ എന്ത് ചെയ്യുക, റിയാക്ഷൻ ബാലൻസ് ചെയ്ത് എഴുതുക. എന്തിനാണ് ബാലൻസ് ചെയ്യുന്നത്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഒബേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ബാലൻസ് ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും ഓക്കെ ആണോ? ഓക്കെ, നെക്സ്റ്റ് വി നീഡ് ടു ടോക്ക് അബൌട്ട് ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. ഈ ചാപ്റ്ററിലെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ടോപ്പിക് ആണ് എന്ത്, ടൈപ്സ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ്. നിങ്ങൾക്ക് 4 ടൈപ്പ് കെമിക്കൽ റിയാക്ഷൻ ആണ് വരുന്നത്. ഫസ്റ്റ് ഈസ് കോമ്പിനേഷൻ റിയാക്ഷൻ, സെക്കൻഡ് ഈസ് ഡീകമ്പോസിഷൻ റിയാക്ഷൻ, തേർഡ് ഈസ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആൻഡ് ഫോർത്ത് ഈസ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നിങ്ങൾക്ക് നോർമലി എക്സാമിന് വരുന്നത് ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് റിയാക്ഷൻസ്, അതായത് 4 റിയാക്ഷൻ തന്നിട്ട് നിങ്ങളോട് ചോദിക്കും എങ്ങനെയാണ് റിയാക്ഷൻ, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഏത് ടൈപ്പ് റിയാക്ഷൻ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് വി നീഡ് ടു ടോക്ക് അബൌട്ട്
കോമ്പിനേഷൻ റിയാക്ഷൻ. എന്താണ് കോമ്പിനേഷൻ റിയാക്ഷൻ? നിങ്ങൾക്ക് ഇവിടെ ഒരു ആക്ടിവിറ്റി ആയിട്ട് തന്നെ തന്നിട്ടുണ്ട്. ടേക്ക് എ സ്മോൾ എമൗണ്ട് ഓഫ് കാൽഷ്യം ഓക്സൈഡ് ഓർ ക്വിക്ലൈം, CaO. അതാണ് എന്ത്? കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്വിക്ലൈം എന്ന് പറയുന്ന. അതിൽ എന്ത് ചെയ്യുക? വാട്ടർ ആഡ് ചെയ്യുക. കാൽഷ്യം ഓക്സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് കിട്ടും. ഇത് എന്ന് പറയുന്നത് ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ. അതായത് രണ്ട് സബ്സ്റ്റൻസ്, 2 or more സബ്സ്റ്റൻസ് കമ്പൈൻ ടു ഫോം എ സിംഗിൾ പ്രോഡക്റ്റ്. നിങ്ങൾക്ക് എങ്ങനെ കോമ്പിനേഷൻ റിയാക്ഷൻ ഐഡന്റിഫൈ ചെയ്യുന്ന ഏറ്റവും എളുപ്പമുള്ള വഴിയാണത്. ഒരു സിംഗിൾ പ്രോഡക്റ്റ് മാത്രമേ എന്തിൽ കാണുള്ളൂ? നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാം. ക്വിക്ലൈം പ്ലസ് വാട്ടർ ഗീവ്സ് CaOH, സ്ലേക്കഡ് ലൈം. CaOH2 അതായത് നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ലേക്കഡ് ലൈം എന്ന് പറയുന്നത്. അതായത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യൂ? ഒരു കോമ്പിനേഷൻ റിയാക്ഷനിൽ കാണും. അപ്പൊ നിങ്ങൾക്ക് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം? ഒരു സിംഗിൾ പ്രോഡക്റ്റ് മാത്രം എവിടെ കണ്ടാലും അതെന്താണ്? ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. രണ്ടുപേര് കമ്പൈൻ ചെയ്ത് ഒരു സിംഗിൾ പ്രോഡക്റ്റ് ഉണ്ടാവുന്നു. അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് വിളിക്കുന്നു. നമ്മൾ നേരത്തെ എന്താണ് മെഗ്നീഷ്യം ഓക്സൈഡിന്റെ കാര്യം പറഞ്ഞു. മെഗ്നീഷ്യം ഓക്സിജനിൽ ബേൺ ചെയ്ത് എന്തുണ്ടായി? മെഗ്നീഷ്യം ഓക്സൈഡ് ഉണ്ടായി. അതെന്താണ്? ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഹൈഡ്രജനും വാട്ടറും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്തുണ്ടായി? വാട്ടർ ഉണ്ടായി. അതും എന്താണ്? ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ. ഇവിടെ എല്ലാം നമുക്ക് എല്ലാവർക്കും ഒരു പ്രോഡക്റ്റ് അല്ലേ കിട്ടിയോളൂ. ദാറ്റ്സ് വൈ ഇറ്റ് ഈസ് കോൾഡ് എ കോമ്പിനേഷൻ റിയാക്ഷൻ. അതായത് എന്താണ്? A+B gives C. നമ്മൾ മാത്സിൽ എഴുതുമ്പോൾ A+B gives C. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് നിങ്ങൾക്ക് മോർ എക്സാമ്പിൾസ് ഇവിടെ ഉണ്ട്. കാർബൺ പ്ലസ് ഓക്സിജൻ ഗീവ് കാർബൺ ഡൈ ഓക്സൈഡ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഹൈഡ്രജൻ പ്ലസ് ഓക്സിജൻ ഗീവ്സ് വാട്ടർ. ഇതെല്ലാം എന്താണ്? നമ്മുടെ കോമ്പിനേഷൻ റിയാക്ഷൻസ് ആണ്. ഇനി അതർ എക്സാമ്പിൾസ് നമുക്ക് ചില സമയങ്ങളിൽ എന്താണ്? എക്സോതെർമിക് റിയാക്ഷൻസും എൻഡോതെർമിക് റിയാക്ഷൻസും വരാം. വാട്ട് ഡു യു മീൻ ബൈ എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക്? എന്താണ് എക്സോ ആൻഡ് എൻഡോ? അതായത് നമ്മൾ എന്താണ്? ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന അല്ലെങ്കിൽ ഹീറ്റ് നമ്മൾ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സുകളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എക്സോതെർമിക് പ്രോസസ്സിനെയും എൻഡോതെർമിക്, അതായത് ഗെയിൻ ചെയ്യുന്നു. നമ്മൾ ഹീറ്റ് സപ്ലൈ ചെയ്ത് റിയാക്ഷൻ നടക്കുമ്പോഴാണ് അതെന്താകുന്നത്? എൻഡോതെർമിക് റിയാക്ഷൻസ് ആകുന്നത്. ഓക്കെ, ആൻഡ് നമ്മൾ എന്താണ്? റിയാക്ഷൻ കഴിയുമ്പോൾ ഹീറ്റ് ഇവോൾവ് ചെയ്യുകയാണ്. അതാണ് എന്ത്? എക്സോതെർമിക് റിയാക്ഷൻ. അതായത് എന്താണ്? ബേണിംഗ് ഓഫ് നാച്ചുറൽ ഗ്യാസ്. നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ ചോദിക്കാം. അപ്പൊ നാച്ചുറൽ ഗ്യാസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്ന CH4 മീഥെയിൻ ആണ്. ഈ മീഥെയിൻ എന്ത് ചെയ്യുന്നു? മീഥെയിൻ ഓക്സിജനുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ പ്ലസ് ഹീറ്റ് ഇവോൾവ് ചെയ്യുന്നു. ഹീറ്റ് ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എന്ത്? എക്സോതെർമിക് റിയാക്ഷൻസ്. ഹീറ്റ് അല്ലെങ്കിൽ എനർജി ഇവോൾവ് ചെയ്യുന്ന റിയാക്ഷൻസ് ആണ് എന്ത്? എക്സോതെർമിക് റിയാക്ഷൻ. നിങ്ങൾക്ക് നോർമലി കണ്ടുവരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റെസ്പിറേഷൻ ഈസ് ആൻ എക്സോതെർമിക് റിയാക്ഷൻ. വൈ? അല്ലെങ്കിൽ എക്സ്പ്ലെയിൻ. എന്തുകൊണ്ടാണ് റെസ്പിറേഷൻ എന്ത് ചെയ്യുന്നത്? എക്സോതെർമിക് റിയാക്ഷൻ ആണ്. എന്തുകൊണ്ടായിരിക്കും? റെസ്പിറേഷൻ കഴിയുമ്പോൾ എന്താണ്? നമ്മുടെ ഫുഡ് മോളിക്യൂൾസ് അല്ലെങ്കിൽ ഡൈജഷനിലെ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്ത് ചെയ്യുന്നു? നമുക്ക് എനർജി കിട്ടുന്നു. അപ്പൊ എന്താണ്? എനർജി ഇവോൾവ് ചെയ്യുന്നു. അതുകൊണ്ടാണ്. അതായത് ഗ്ലൂക്കോസും ഓക്സിജനും കമ്പൈൻ ചെയ്ത് എന്താണ്? കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും എനർജിയും എന്ത് ചെയ്യുന്നു? കിട്ടുന്നു. അതായത് എനർജി ഫോം ചെയ്യുന്നു. അതുകൊണ്ടാണ് അതെന്താകുന്നത്? എക്സോതെർമിക് റിയാക്ഷൻ ആകുന്നത്. ഓക്കെ, മനസ്സിലായോ എല്ലാവർക്കും? അപ്പൊ ഇനി എൻഡോതെർമിക് എന്താണെന്ന് വെച്ചാൽ നോർമലി ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഓപ്പോസിറ്റ്. അതായത് നമ്മൾ എന്താണ്? ഒരു റിയാക്ഷൻ നടക്കാൻ നമ്മൾ ഹീറ്റ് എനർജി ഓർ എനർജി അപ്ലൈ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? എൻഡോതെർമിക് റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് we can learn about decomposition reaction. എന്താണ് decomposition reaction? അതായത് നേരത്തെ നമ്മൾ എന്ത് പറഞ്ഞു? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ രണ്ടുപേര് കമ്പൈൻ ചെയ്ത്. ഓക്കെ, നെക്സ്റ്റ് we can learn about decomposition reaction. എന്താണ് decomposition reaction? നേരത്തെ നമ്മൾ എന്തെന്ന് പറഞ്ഞു? കോമ്പിനേഷൻ റിയാക്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? രണ്ടുപേര് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സിംഗിൾ പ്രോഡക്റ്റ്. ഇതെന്താണ്? കറക്റ്റ് കോമ്പിനേഷന്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്? ഡീകമ്പോസിഷൻ. ഡീകമ്പോസ് ചെയ്യുക എന്താണ്? സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ഒരൊറ്റ റിയാക്ടന്റ് എന്താണ്? അതിന്റെ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ കൊടുത്തേക്കുന്ന ആരാണ്? ഫെറസൾഫേറ്റ്. നേരത്തെ ഞാൻ പറഞ്ഞു ഫെറസൾഫേറ്റിന്റെ കളർ എന്താണെന്ന്? ഗ്രീൻ കളറാണ് ഫെറസൾഫേറ്റ്. അത് എപ്പോഴും നിങ്ങൾ ഓർത്ത് വെക്കുക. ഫെറസൾഫേറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഹീറ്റ് ചെയ്യുന്നു. ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ്? അത് അതിന്റെ കോൺസ്റ്റുവന്റ് പാർട്ടിക്കിൾസ് ആയിട്ട് സ്പ്ലിറ്റ് അപ്പ് ചെയ്യുന്നു. അതായത് Fe2O3 ഫെറസ് ഓക്സൈഡ്, ഫെറിക് ഓക്സൈഡ്,
സൾഫർ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ് ആയിട്ട് എന്ത് ചെയ്യുന്നു, അത് സ്പ്ലിറ്റ് ചെയ്യുന്നു. ഈ പ്രോസസ്സിന്, അതായത് എന്താണ്, സ്പ്ലിറ്റിംഗ് ഓഫ് അയോൺസ് അല്ലെങ്കിൽ ഡീകമ്പോസിങ് ഓഫ് മോളിക്യൂൾസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഡീകമ്പോസിഷൻ റിയാക്ഷൻ. അപ്പൊ എന്താണ് കോമ്പിനേഷന്റെ ഓപ്പോസിറ്റ് അല്ലേ ഡീകമ്പോസിഷൻ? കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, രണ്ടുപേര് കമ്പൈൻ ചെയ്ത് ഒരൊറ്റ സിംഗിൾ പ്രോഡക്റ്റ് ആവുന്നു. ഇവിടെ എന്ത് പറ്റുന്നു, ഒരാള് മൾട്ടിപ്പിൾ ആയിട്ട് എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് അപ്പ് ചെയ്തു പോകുന്നു. അല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ, വേറെ എക്സാമ്പിൾ ആണ് കാൽഷ്യം കാർബണേറ്റ്. കാൽഷ്യം കാർബണേറ്റിനെ നമ്മൾ ഡീകമ്പോസ് ചെയ്യിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് പറ്റുന്നു, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഉണ്ടാവുന്നു. അതുപോലെ നിങ്ങൾക്ക് ഈ ഡീകമ്പോസൺ റിയാക്ഷനിൽ പഠിക്കാനുള്ള ഒരു കാര്യമാണ് എന്ത്, ഡീകമ്പോസൺ റിയാക്ഷനെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാണ് തെർമൽ ഡീകമ്പോസിഷൻ, രണ്ടാണ് ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ. തെർമൽ ഡീകമ്പോസിഷൻ എക്സാമ്പിൾ ആണ് നമ്മൾ ഇവിടെ പഠിച്ച കാൽഷ്യം കാർബണേറ്റ്. അതായത് തെർമൽ എന്ന് വെച്ചാൽ എന്താണ്, ഹീറ്റ് അപ്ലൈ ചെയ്യുക. ഹീറ്റ് അപ്ലൈ ചെയ്ത് ഡീകമ്പോസിഷൻ നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തെർമൽ ഡീകമ്പോസിഷൻ. അതിന് എക്സാമ്പിൾ ആണ് ആര്, കാൽഷ്യം കാർബണേറ്റ് ഡീകമ്പോസ് ചെയ്ത് ഹീറ്റ് അപ്ലൈ ചെയ്ത് ഡീകമ്പോസ് ചെയ്യുമ്പോൾ കാൽഷ്യം ഓക്സൈഡ് അല്ലെങ്കിൽ ക്വിക്ലൈം, നേരത്തെ നമ്മൾ പഠിച്ചു, ക്വിക്ലൈമും വാട്ടർ കൂടി ആഡ് ചെയ്താൽ എന്തുണ്ടാവും, കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ സ്ലേക്കഡ് ലൈം ഉണ്ടാവും എന്ന് പഠിച്ചു. അപ്പൊ ഇവിടെ എന്താണ്, കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും ഫോം ചെയ്യുന്നു. എന്ത്, തെർമൽ ഡീകമ്പോസിഷൻ വഴി. അപ്പൊ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത് എന്ത് ചെയ്യാ, സ്പ്ലിറ്റ് ചെയ്യുക എന്നതാണ്. ഇവിടെ തെർമൽ ഡീകമ്പോസിഷൻ ആണ്. ഓക്കെ ആണോ എല്ലാവർക്കും? ഇനി അടുത്ത് നിങ്ങൾക്ക് പഠിക്കാനുള്ള തെർമൽ ഡീകമ്പോസിഷൻ വേറൊരു എക്സാമ്പിൾ ആണ് ലെഡ് നൈട്രേറ്റ്. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ലെഡ് നൈട്രേറ്റിന്റെ ഡീകമ്പോസിഷൻ. കാരണം ലെഡ് നൈട്രേറ്റിന്റെ ഡീകമ്പോസിഷനിൽ വരുന്ന നൈട്രജൻ ഡയോക്സൈഡ് നമുക്ക് ബ്രൗൺ ഫ്യൂംസ് തരും. അപ്പൊ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും, എ കോമ്പൗണ്ട് എക്സ് which on decomposition gives brown fumes, identify the compound. ഏതാണ് കോമ്പൗണ്ട്? ലെഡ് നൈട്രേറ്റ് ആണ്. ലെഡ് നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്തുണ്ടാവുന്നു, നൈട്രജൻ ഡയോക്സൈഡ് അല്ലെങ്കിൽ ബ്രൗൺ ഫ്യൂംസ് ഉണ്ടാവുന്നു. ലെഡ് നൈട്രേറ്റ് ഡീകമ്പോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാകുന്നത്, ലെഡ് ഓക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ്, ഓക്സിജൻ. ഇതിനകത്ത് നോട്ടീസ് ചെയ്യാനുള്ള കാര്യം എന്താണ്, നൈട്രജൻ ഡയോക്സൈഡിന്റെ ബ്രൗൺ ഫ്യൂംസ് ആണ്. അത് മിക്കവാറും എന്തില്, ക്വസ്റ്റ്യനിൽ കാണാറുണ്ട്. ഇവിടെ എല്ലായിടത്തും നമ്മുടെ ഈ ചാപ്റ്റർ നോക്കുമ്പോൾ എല്ലായിടത്തും എന്താണ്, റിയാക്ഷൻ ബാലൻസ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. എല്ലാരും കണ്ടല്ലോ. ഓക്കെ, ഇതൊക്കെയാണ് എന്ത്, നമ്മുടെ തെർമൽ ഡീകമ്പോസിഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് എന്ത്, ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ വേറൊന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുന്നു, വാട്ടറിനെ ഇലക്ട്രോളിസിസ് നടത്തും. നിങ്ങൾ ഈ പ്രോസസ്സ് പഠിച്ചിട്ടുണ്ടാവും. വാട്ടറിനെ എന്ത് ചെയ്യുന്നു, സ്പ്ലിറ്റ് ചെയ്യുന്നു. അപ്പൊ എന്താവും, നമുക്ക് ഓക്സിജനും ഹൈഡ്രജനും കിട്ടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അതായത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് ഡീകമ്പോസ് ചെയ്യിപ്പിക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ പഠിച്ചത് ആരെയാണ്, തെർമൽ ഡീകമ്പോസിഷൻ. തെർമൽ ഡീകമ്പോസിഷൻ യൂസിങ് ആരാണ്, ഹീറ്റ് ആണ്. ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ അല്ലെങ്കിൽ ഇലക്ട്രോലിസിസ് എന്ന് പറയുമ്പോൾ യൂസിങ് ആരാണ്, ഇലക്ട്രിസിറ്റി ആണ്. ഓക്കെ ആണോ എല്ലാവർക്കും? അപ്പൊ ഫസ്റ്റ് പഠിച്ച തെർമൽ ഡീകമ്പോസിഷൻ എക്സാമ്പിൾ എന്ത് പഠിച്ചു, കാൽഷ്യം കാർബണേറ്റ് അല്ലെങ്കിൽ എന്താണ്, ലെഡ് നൈട്രേറ്റ്. ഇവിടെ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ എന്ന് പഠിച്ചു, വാട്ടറിന്റെ ഡീകമ്പോസിഷൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ. ഈ ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷനിൽ വരുന്ന രണ്ടാൾക്കാരാണ് AgClഉം AgBr. ഇവരുടെ ഒരു യൂസ് ആദ്യം നമുക്ക് പറയാം. AgClഉം AgBrഉം നമ്മൾ എന്താണ്, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ തന്നെ ക്വസ്റ്റ്യൻ ചോദിക്കാം. അതായത് AgClഉം AgBrഉം എന്ത് ചെയ്യുന്നു, നമ്മുടെ സൺലൈറ്റിന്റെ പ്രസൻസിൽ അവരുടെ കോൺസ്റ്റുവന്റ് അയോൺസ് ആയ സിൽവറും ക്ലോറിനും ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡീകമ്പോസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ എങ്ങനെ ചോദിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആൻ എലമെന്റ് അല്ലെങ്കിൽ കോമ്പൗണ്ട് വിച്ച് ഈസ് യൂസ്ഡ് ഇൻ ഫോട്ടോകെമിക്കൽ black and white photography is used in undergo decomposition. Who is them അല്ലെങ്കിൽ who are they എന്ന് ചോദിച്ചാൽ ആരൊക്കെയാണ്, AgCl സിൽവർ ക്ലോറൈഡും സിൽവർ ബ്രോമൈഡും ആണ് എന്ത് ചെയ്യുന്നത്, ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ നടത്തുന്നത്. ഓക്കെ, അപ്പൊ ഫോട്ടോ കെമിക്കൽ ഡീകമ്പോസിഷൻ എന്ന് വെച്ചാൽ എന്താടാ, സൺലൈറ്റിന്റെ പ്രസൻസിൽ ഡീകമ്പോസ് ചെയ്യുന്നു. ആദ്യം നമ്മൾ പഠിച്ച ആരൊക്കെയാണ് പറഞ്ഞേ, ഫസ്റ്റ് നമ്മൾ പഠിച്ചത് തെർമൽ ഡീകമ്പോസിഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് ഹീറ്റ്. രണ്ടാമത് നമ്മൾ പഠിച്ച എന്താണ്, ഇലക്ട്രോ കെമിക്കൽ അല്ലെ ഇലക്ട്രോലിറ്റിക് ഡീകമ്പോസിഷൻ. മൂന്നാമത് നമ്മൾ പഠിച്ച എന്താണ്,
photochemical decomposition in presence of sunlight. ഈ സൺലൈറ്റിൽ നമുക്ക് ലാസ്റ്റ് എന്ത് വരുന്നു? ഈ സിൽവറിന്റെ കളർ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സിൽവറിന്റെ കളർ ഗ്രേ ആണ്. ആദ്യം AgCl അല്ലെങ്കിൽ AgBr സിൽവർ ക്ലോറൈഡ് അല്ലെങ്കിൽ സിൽവർ ബ്രോമൈഡ് എന്ത് ചെയ്യുന്നു? ഡീകമ്പോസ് ചെയ്യുന്നു ടു ഗീവ് സിൽവർ ആൻഡ് ക്ലോറിൻ. അത് എന്തിന് യൂസ് ചെയ്യുന്നു? ഓൾറെഡി ഞാൻ പറഞ്ഞു, സിൽവർ ബ്രോമൈഡും സിൽവർ ക്ലോറൈഡും എന്തിന് യൂസ് ചെയ്യുന്നു? ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിക്ക് യൂസ് ചെയ്യുന്നു. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? എപ്പോഴും ഓർത്തിരിക്കുക. അതാ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, സിൽവർ ബ്രോമൈഡ് ഓൾസോ ബിഹേവ്സ് ഇൻ ദി സെയിം വേ. ഇവിടെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്, ദ എബോ റിയാക്ഷൻസ് ആർ യൂസ്ഡ് ഇൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫി. എന്ത് ഫോം ഓഫ് എനർജിയാണ് ഡീകമ്പോസിഷന് കാരണമാകുന്നത്? എന്താണ്? സൺലൈറ്റ് ആണ് ഡീകമ്പോസിഷന് കാരണമാകുന്നത്. Hi all, welcome to Raja's Academy. Today we are going to learn chemistry class 10 first chapter, chemical reactions and equations. Okay, we can move on to the chapter.